Hi guys, welcome to Joy Stories. Guys, what's up fellas? Yo, my guys, my dog. ഒന്നൊന്നര ടേൺ എടുത്തതാ. ഞങ്ങൾ എത്തിക്കും അവിടെ. സോ ഞങ്ങൾ ഇന്ന് പോവാൻ പോകുന്നത് Dalton Farms. Yes, Dalton Farmsലാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഇവിടെ ടുലിപ്പ് വളരുന്ന സീസണാണ്. സോ ഒരു ടുലിപ്പ് ഗാർഡനിലോട്ട് നമ്മൾ ചുമ്മാ വിസിറ്റ് ചെയ്യാൻ പോകാം. ഞാനും ഷെയ്നും മാത്രമേ ഉള്ളൂ. മമ്മീനെയും ഷാമിനെയൊക്കെ വിളിച്ചു, ആരും വന്നില്ല. കാരണം അൺഎക്സ്പെക്റ്റഡ്ലി ഇന്നത്തെ ദിവസം ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഓൾമോസ്റ്റ് ഒരു സ്പ്രിംഗ് സീസണൊക്കെ ആയിട്ട് അങ്ങനെ തണുപ്പ് മാറേണ്ട ഒരു സമയമാണ്, പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇപ്പോഴും. അപ്പം അവര് വരാനത്ര വില്ലിങ് അല്ലായിരുന്നു. സോ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ കാണിച്ചു തരാം ഗൈസ്. നല്ല എനിക്കറിയത്തില്ല എങ്ങനെ ആയിരിക്കും. നമ്മൾ ടൂലിപ്പ് ഒന്നും വലിയ നമ്മൾ കാണുന്ന അത്ര ഭംഗി ഉണ്ടാവില്ല യൂഷ്വലി ഗാർഡനിൽ പോകുമ്പം. ഫോട്ടോസിലൊന്നും കാണുന്ന അത്ര ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൂട്ടത്തിൽ തമ്മിൽ ഭേദം തൊമ്മനെ ഞാൻ എടുത്തതാണ്. ഐ ഹോപ്പ് നല്ല ഭംഗിയുള്ള ഫാം ആയിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് പോയി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് വി കുഡന്റ്. ബട്ട് ദിസ് ടൈം ഓടിച്ചിട്ട് പിടിച്ച് ഞങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ 3-4 ദിവസമേ ആയിട്ടുള്ളൂ നാട്ടിൽ നിന്ന് വന്നിട്ട്. നാളെ ഇതിവിടെ ഈ ഫാം ക്ലോസ് ചെയ്യുവാന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഒരു 2-3 വീക്സ് കൂടെ ഉണ്ടാവും അല്ലേ സീസൺ? നോ, ദാറ്റ് ഇസ് ലൈക്ക് സൺഫ്ലവറിന്റെ ആണ് അടുത്ത സീസൺ വരുന്നത്. അത് സെപ്റ്റംബറിലാണ് വരുന്നത്. ടൂലിപ്പിന്റെ മേ ബി 1 വീക്ക് കൂടെ ഉണ്ടാവത്തുള്ളൂ എന്നാ പറയുന്നത്. സോ വി ആർ ലൈക്ക് ചേസിങ് ഇറ്റ്. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം ടൂലിപ്സ്. ഞങ്ങൾ ശശിയാകുമോ? ഇറ്റ്സ് നോട്ട് ടൂലിപ്സ്, പക്ഷേ ഈ ഫാം ഒക്കെ കണ്ടോ നിങ്ങൾ? പലതരമാണ്. ഐ തിങ്ക് ഇറ്റ്സ് സ്ട്രോബെറി. എന്നാണ് അറിയത്തില്ല. ഐ ഡോണ്ട് നോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള വഴിയാണ്. ഭയങ്കര അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറെ കൾട്ടിവേഷൻ ഒക്കെ ഉണ്ട്. ഇതിപ്പോ കാടാണ് കണ്ടോ. ഇത് നിങ്ങൾക്ക് കാണാവോ? അവിടെ നടക്കുന്നത് എന്തോ ഒരു കൾട്ടിവേഷൻ ആണ്, എന്തോ ഫാമാണ്. ഐ തിങ്ക് ഇറ്റ്സ് സ്ട്രോബെറി. കാരണം ഇപ്പം എല്ലാം ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന. എന്റെ പൊന്നി ഇതാണോ? എന്തോരം വണ്ടികളാണ്. പൊന്നി നിങ്ങളറിയാം വണ്ടികള് എന്തൊരു തിരക്കായിരിക്കും. അപ്പൊ അതോ ഇത് കാർ ഷോറൂം ആണോ? കാർ ഷോറൂം. Dalton Farms. Your destination is on the right. Oh yeah, seriously. നല്ല തിരക്കാണ് ഗൈസ്. എന്തായിരിക്കും എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ ഗൈസ്, ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പാർക്കിംഗ് പിന്നിലെങ്ങാണ്ടാ തന്നേ. പക്ഷെ ഞങ്ങൾ വെറുതെ ചോദിച്ചു, ഞങ്ങൾ മുന്നിൽ പോയി നോക്കിക്കൂടെ പാർക്കിംഗ് ഉണ്ടോ എങ്കിൽ ഞങ്ങൾ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. നോക്കി ഇപ്പം ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല വോക്കാണ്. കാരണം ഇത് ഇതിൻ്റെ അകത്തായിട്ട് വരും, അകത്തോട്ട് കയറി പോകണം. തീരെ ആൾക്കാരില്ല കേട്ടോ. Oh God, funny people. What is this? ആൾക്കാർ പൂവൊക്കെ വാങ്ങിക്കൊണ്ടാണല്ലോ. പൂ നമുക്ക് എടുക്കാം, അവിടുന്ന് പ്ലക്ക് ചെയ്യാം. പൂവൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? ഞാനും പ്ലക്ക് ചെയ്യും. വേണം പിന്നെ കൊണ്ടുതരാൻ. അവനെന്റെ മാമന്റെ മക്കളാ. മക്കൾ. അപ്പം കൈ വെറുതെ ഇങ്ങനെ ആയിപ്പോയി. നല്ല സുഖം. ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെയൊക്കെ. ടൂലിപ്സ് കണ്ടാലും ഇവര് പ്ലക്ക് ചെയ്ത് വെക്കാൻ ടൂലിപ്സ് ഒന്നും ബാക്കി മനസ്സിലായിരിക്കും. അതെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഓരോരോ ബഞ്ച് വെച്ചോണ്ട് ഇനി ബാക്കി എന്തെങ്കിലും അവിടെ കാണുമോ ഞങ്ങക്ക് കാണാൻ? സോ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ഓൺലൈൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടി. അത് ജസ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്താൽ ആൻഡ് വി ആർ ഇൻ. അവിടെ തൊട്ട് അതിന്റെ അപ്പുറം ഇത് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അങ്ങോട്ട് അത്രയില്ല, എനിക്കത് അങ്ങോട്ടാണ് കൂടുതലും തോന്നുന്നു. ഞാൻ എന്നെയും കാണിക്കാം. ആൾക്കാർ കാണും മറ്റേ DJ ഒക്കെ ആയിട്ട്
ക്യാമറ സ്റ്റിക്ക് ഇതൊക്കെ വാടിപ്പോയി. ഇത് നോക്കുന്നത് ഹലോ. സോ ഗൈസ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിപ്പോൾ നോക്കുമ്പോൾ വൺ സൈഡേ ആയിട്ടുള്ളൂ. പക്ഷേ കുറേ സൈഡുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല കേട്ടോ. അത് സംഭവം എന്ന് വെച്ചാൽ ബിക്കോസ് കുറേ റോസ് ഇങ്ങനെ ഫുൾ പ്ലക്റ്റായിട്ടിരിക്കുക. അതെന്തത് എന്തൊന്നും അറിയോ ഊമപ്പെണ്ണുകൂടിയാണ് പയ്യൻ. ഓ ഷിറ്റ്. ഓ ഷിറ്റ്. ഇവിടെ ഒത്തിരി ഉണ്ട് ഗൈസ്. ഭയങ്കര ഒത്തിരി ഉള്ളവർ തോന്നിക്കുന്നു. അങ്ങ് ചെല്ലുമ്പോ ഒരു ഗുമ്മിൽ. ഞങ്ങൾ ഇതുവരെ 2 ഫ്ലവേഴ്സ് ഞങ്ങൾ പ്ലക്കിയിട്ടുണ്ട്. ജസ്റ്റ് 2 ഫ്ലവേഴ്സ്. ഞങ്ങൾ പ്ലക്കി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നുള്ളി. യെസ് അതേ പറയാം. ഇവിടെ ഒത്തിരി ഇവിടുത്തെ ആൾക്കാരങ്ങനെ വലിയ flowers. മണ്ണൊക്കെ വെച്ച് പിടിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ കൊണ്ടുപോയി നടാൻ പറ്റുമായിരിക്കും. പിന്നെ അകത്തെ ആ എന്തൊരു ബൾബുണ്ട് ഇതിൻ്റെ അടിയിൽ, ലൈക്ക് കിഴങ്ങുണ്ട്. അതോടെ എടുക്കാൻ പറ്റിയാൽ നമുക്ക് കുഴിച്ചിടാൻ പറ്റും. ആണോ? അല്ലേ? ആണ്. ചോദിച്ചു നോക്കാം അവർക്ക്. അല്ലേ ഗൈസ്? കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ടൂലിപ്പ് വീട്ടിൽ പൂവിട്ടായിരുന്നു. അത് ആ കിഴങ്ങ് അതിൻ്റെ അടിയിലുള്ളത് കൊണ്ടാണ്. ഏത് കിഴങ്ങ്? ടൂലിപ്പ് കിഴക്ക്. ടൂലിപ്പ് കിഴങ്ങ്. കിഴങ്ങല്ലേ? ബാബ്. It's not കിഴങ്ങ് ഗൈസ്, ഇറ്റ്സ് ബാബ്. ടൂലിപ്പ് കിഴങ്ങ്. ടൂലിപ്പ് കിഴങ്ങ്. ഇത് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഫ്ലവർ ആണ്. ഇത് കാണാമോ? ഇറ്റ്സ് ടു ബിഗ്. എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ ഏറ്റവും ബൾക്കിയായിട്ടുള്ള ഇതാ തോന്നുന്നു അല്ലേ? കാരണം നമ്മൾ പറിച്ചൊക്കെ കണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ബട്ട് പക്ഷേ ഇത് വിരിഞ്ഞിട്ടില്ലോ? ഇത് വിരിഞ്ഞിട്ടില്ല. അത് വിരിഞ്ഞാലും അത്രയൊക്കെ എതളല്ലേ അതിനുള്ളൂ. ആണോ? ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതാ ചെയ്യാൻ പറിക്കുന്നേ? കിട്ടത്തില്ലെന്ന് തോന്നേ. നമുക്ക് ബൾബോട്ട് ഞങ്ങൾ പറിക്കാൻ നോക്കുമായിരുന്നു, പക്ഷെ കിട്ടത്തില്ല ഗൈസ്. ചീറ്റിപ്പോയി. നമുക്കവിടെ മര്യാദയ്ക്കൊരു വഴിയുണ്ട്. ഷെയ്ൻ ഈ വഴി തന്നെ പോകണം. ഷെയ്ൻ ആദ്യം ചാടിക്കടന്ന് കാണിച്ചു തരുന്ന പറയുന്നത്. സക്സസ്ഫുള്ളി പറ്റുമല്ലേ? എനിക്ക് ഒത്തിരി സാധനം പിടിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങ് വന്നേ. വാ. ചവിട്ടാ ഞാൻ. എനിക്ക് എന്റെ ബക്കറ്റൊക്കെ പിടിക്കണ്ടേ? എന്റെ പാവാടായി നോക്ക്. ആ അത്രയേ ഉള്ളൂ. ആ ആ ആ ആ പയ്യെ ഇത്രയേ ഉള്ളൂ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്.
ഈ സ്ഥലത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് നോക്കിയതാ. ഇവിടെ മൊത്തം പിക്ക് ചെയ്ത് കഴിഞ്ഞ കണ്ടോ. സോ അമ്മേ ട്രക്കിലൊക്കെ ഭയങ്കര കുറെ ട്രക്കുണ്ട് എല്ലാത്തിടത്തും ഭയങ്കര. ചെയിൻ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും പൂക്കളെ ഇഷ്ടമുള്ള അങ്ങനെയല്ല, പൂക്കൾ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഈ ഫോൺ കുറെ യൂസ് ചെയ്ത് വീട്ടിൽ ഇരുന്ന് മടുത്ത് ഇരിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കിവിടെ ഫാമിലി ഒരു ഔട്ടിംഗ്. ഷീസ് ദ ഫ്ലവർ ലവർ, ഫ്ലവർ ലേഡി. കണ്ടോ ഗൈസ്, ഒരു വാഗൻ റൈഡ് ഉണ്ട്. വാഗൻ, പക്ഷെ അത് 3 ദിവസം മൊത്തം ഉള്ള പാസ് ഉണ്ട്. ദിവസം മൊത്തം ഇവർ 10 തൊട്ട് 7 മണി വരെ ഉള്ളൂ. ആ 10 തൊട്ട് 7 മണി. അപ്പോൾ ഇവിടെ അവർ ഗാർഡൻ മൊത്തം നമ്മളെ ചുറ്റി കാണിക്കും. ഇപ്പോൾ ഏജ്ഡ് ആയുള്ളവർക്ക് ഇപ്പോൾ നോർമൽ പാസ് എടുത്ത് അകത്ത് കയറുമ്പോൾ നമുക്ക് ഈ റൈഡിൽ കയറിയ അവർ ഫുൾ ഗാർഡനും എല്ലാ പരിപാടികളും ഒക്കെ കാണിക്കാൻ. ഞങ്ങളിവിടെ ട്രക്കിനകത്തൊക്കെ എന്നൊക്കെ കഴിക്കാനുള്ളതെന്ന് നോക്കുവാണ്. ഓ, ഇവർ തന്നെ ഉണ്ടാക്കുന്ന പാസ്തയും. യെസ് എന്താ ബോട്ടോസ് സാധാരണ പാസ്ത അവർ ചെയ്യുന്നുണ്ടോ? എന്താണ് സോസ്? ബാർബിക്യൂ ക്ലബ് ഹൗസ്, അതാണ് ഇവരുടെ പേര്. അത് കിട്ടിയിട്ടില്ല, അത് കിട്ടി. ഇത് ബാർബിക്യൂ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രക്ക് കടയാണ്. അവിടെ നല്ല ഡീലുണ്ട് അത്യാവശ്യം അല്ലേ? ഇവിടെ ആണെങ്കിൽ മറ്റേ ഈ ചീസ് സ്റ്റേക്ക്, ചാക്കോ, ടാക്കോസ് ആണല്ലേ? ടാക്കോസ് ഉണ്ട്, ചീസ് സ്റ്റേക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ചൂരിയോസ്, ഫ്രൈസ്, ചിക്കൻ ഫ്രൈസ്, പിന്നെ കൊറിയൻ ക്രിസ്മസിന് ആ സംഭവം മറ്റേ വുഡ് ഫ്രൈഡ് പിസ്സ. അവിടെ നമ്മൾ കഴിച്ചായിരുന്നോ? ഇല്ല, കടഞ്ഞു പോയി. തിരക്കുമായിരുന്നു അല്ലേ? നല്ലതായിരിക്കുമോ? ഒടുക്കത്തമാണോ? നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഇതിൻ്റെ ഒരു മറുവശമാണ്. അപ്പുറം ലൈക്ക് എൻഡായേ അങ്ങോട്ട് ലേക്കാണ്. ആൻഡ് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്, ആൻഡ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ് ആൻഡ് സ്റ്റഫ്. പക്ഷേ ഞാൻ ലേക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമാണ് ലേക്കാണ്. But she bring Alabama old John girl. You give me just a one last chance before you say we're through. I know I drive you crazy, baby, but it's the best that I can do. Get some good old boys to make it noise. I ain't running down on you. Give me just one more last chance before you say we're through. I said, well, give me just one more last chance before you. All the world, you can't wait for all the world. ഇതാണ് ലേക്ക്. While my love is playing music with my friends, I can't let you get on anymore. Grand places that I've never been. Like a man with gypsies and we're going down the highway. We're the best friends. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നു. നമ്മൾ പിസ്സ, പിന്നെ എന്തായിരുന്നു, പോർക്ക് റബ്സ്, റിബ് പ്ലാറ്റർ. അവർ റെഡ് ബീൻസ് ഇട്ടില്ലല്ലോ? റെഡ് ബീൻസ് ഓർ സ്വീറ്റ് കോൺ ആയിരിക്കും. ഓക്കെ കണ്ടോ. ദിസ് ഈസ് ചീസ്. നോ, ദിസ് ഈസ് ചീസ് സ്റ്റേക്ക് പിസ്സ. ചീസ് സ്റ്റേക്ക് പിസ്സ അല്ലേ പറയാൻ വന്നത്? സമ്മതിക്കില്ല നീ? ട്രൈ ഇറ്റ്. നീ കഴിച്ചു നോക്കണ്ട. എന്തുകൊണ്ടു? ഗുഡ് ചോയ്സ്. I know you like light beer. സൂപ്പർ അല്ലേ?
അത്രയും മതിയായിരിക്കുമോ നോക്കൂ. അങ്ങനെ ജോക്കുട്ടി പിക്ക് ചെയ്ത ഫ്ലവർ ചെടി ഓരോ ഫ്ലവർ എടുത്ത് എണ്ണി ഇതേ എണ്ണി വെക്ക്. താങ്ക് യു.